ചരിത്രം വിജയിച്ചവൻ്റേതാണ്. പക്ഷേ ചരിത്രത്തെ തോൽപ്പിച്ച ചിലരുണ്ട്. ലോകം കണ്ട ഏറ്റവും ഭീകരമായ ആ നരകവാതിൽക്കൽ അവർ ഒരു വിള്ളലുണ്ടാക്കി. അൽകാട്രാസ്. ചുറ്റും അലറുന്ന കടൽ, വിശക്കുന്ന സ്രാവുകൾ, തോക്കേന്തിയ വേട്ടക്കാർ. അവിടുന്ന് ഒരു ഉറുമ്പിനു പോലും പുറത്തു പോകാൻ കഴിയില്ലെന്ന് അധികാരികൾ അഹങ്കരിച്ചു. പക്ഷേ ഒരു രാത്രി ആ ഇരുമ്പഴികൾക്കുള്ളിൽ ഒരു രഹസ്യം ജനിച്ചു. വെറുമൊരു സ്പൂൺ കൊണ്ട് അവർ ആ പാറക്കല്ലുകളെ വെല്ലുവിളിച്ചു. മഴക്കോട്ടുകൾ കൊണ്ട് അവർ മരണത്തെ തുഴയാൻ തയ്യാറായി. ഗാർഡുകളുടെ കണ്ണുവെട്ടിച്ച് ആ ശീതകാല രാത്രിയുടെ കൂരിരുട്ടിൽ അവർ ആ കടലിലേക്കിറങ്ങി. ഇന്നും ലോകം ചോദിക്കുന്നു, അവർ എവിടെ? അൽകാട്രാസിനെ മുട്ടുകുത്തിച്ച ആ 3 മനുഷ്യരുടെ കഥ ഇതാ. ആ രാത്രി അൽകാട്രാസ് ജയിലിന്റെ ഇരുമ്പഴികൾക്കുള്ളിൽ ഒരു ഗൂഢാലോചനയുടെ വിത്ത് പാകുകയായിരുന്നു. അൽകാട്രാസ് ബി ബ്ലോക്ക്. രാത്രി 9 മണി. ജയിലിലെ ലൈറ്റുകൾ അണഞ്ഞു. ദൂരെ ഒരു ഗാർഡിന്റെ ലാത്തി സിമന്റ് തറയിൽ തട്ടുന്ന ശബ്ദം ക്രമമായി കേൾക്കാം. സെൽ നമ്പർ 138-ൽ ഫ്രാങ്ക് മോറിസ് ഇരുട്ടിലേക്ക് നോക്കി കിടക്കുകയാണ്. ഭിത്തിക്കപ്പുറത്തെ സെല്ലുകളിൽ ആംഗ്ലിൻ സഹോദരന്മാരുണ്ട്, ജോണും ക്ലാരൻസും. ഭിത്തിയിലെ ഒരു ചെറിയ വിള്ളലിലൂടെ മോറിസ് താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു, ജോൺ, നീ കേൾക്കുന്നുണ്ടോ? പറയൂ ഫ്രാങ്ക്. കാവൽക്കാരൻ 10 അടി ദൂരെയാണ്. ഗാർഡ് നടന്നു നീങ്ങുന്നതുവരെ അവർ ശ്വാസമടക്കി കാത്തുനിന്നു. ബൂട്ടിന്റെ ശബ്ദം അകന്നപ്പോൾ മോറിസ് ആദ്യമായി പ്ലാൻ വെളിപ്പെടുത്തി. മോറിസ്, നമ്മൾ ഇവിടുന്ന് പോകുകയാണ്. ഈ നശിച്ച പാറയ്ക്കുള്ളിൽ കിടന്ന് മരിക്കാൻ എനിക്ക് സൗകര്യമില്ല. നീ എന്താ പ്രാന്ത് പറയുകയാണോ ഫ്രാങ്ക്? ഇത് അൽകാട്രാസ് ആണ്. ഇവിടുന്ന് ഒരു പക്ഷിക്ക് പോലും ചിറകടിച്ച് പറക്കാൻ പറ്റില്ല. പുറത്തിറങ്ങിയാൽ മരവിക്കുന്ന കടലാണ്. നീന്താൻ നോക്കിയാൽ സ്രാവുകൾ നിന്നെ പിച്ചി കീന്തും. മോറിസ് ശാന്തനായി. നമ്മൾ നീന്തുകയല്ല, തുഴയുകയാണ്. നമ്മളൊരു കപ്പലുണ്ടാക്കും. ഒരു നിമിഷം അവിടെ നിശബ്ദത തളം കെട്ടി. അപ്പുറത്ത് ആംഗ്ലിൻ സഹോദരന്മാർ അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. അവർക്ക് പരസ്പരം കാണാൻ കഴിയില്ലെങ്കിലും ആ അമ്പരപ്പ് വായുവിലുണ്ടായിരുന്നു. ജോൺ, കപ്പലോ? ജയിലിനുള്ളിലോ? നീ എവിടെ നിന്ന് മരം കൊണ്ടുവരും? മരമല്ല, മഴക്കോട്ടുകൾ. നമ്മൾ ഓരോന്നായി മോഷ്ടിക്കും. പശയുണ്ടാക്കി അവ ഒട്ടിച്ചു ചേർക്കും. പിന്നെ ഈ സെല്ലിലെ വെന്റിലേഷൻ ഗ്രില്ലുകൾ, അത് തുരന്ന് നമുക്ക് പിന്നിലെ സർവീസ് ഇടനാഴിയിലേക്ക് കടക്കാം. അവിടെ ആരും വരില്ല. അതാണ് നമ്മുടെ ഫാക്ടറി. ക്ലാരൻസ്, പക്ഷേ അധികൃതർ, അവർ ഓരോ അരമണിക്കൂറിലും സെല്ലിൽ നോക്കുമല്ലോ. നമ്മളവിടെ ഇല്ലെന്ന് കണ്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ വെടിയുണ്ടകൾ നമ്മുടെ നെഞ്ചു തുളയ്ക്കും. മോറിസിന്റെ മുഖത്തൊരു കൗശലക്കാരന്റെ പുഞ്ചിരി വിരിഞ്ഞു. അതിനാണ് നമ്മൾ പകരം ആളുകളെ വയ്ക്കുന്നത്. സോപ്പും സിമന്റും കൊണ്ട് നമ്മുടെ മുഖം പോലെ ഡമ്മികളുണ്ടാക്കും. ബാർബർ ഷോപ്പിൽ നിന്ന് മുടി മോഷ്ടിച്ച് ഒട്ടിക്കും. രാത്രിത്തെ വെളിച്ചത്തിൽ ഗാർഡുകൾ കരുതും നമ്മൾ സുഖമായി ഉറങ്ങുകയാണെന്ന്. ജോണും ക്ലാരൻസും മോറിസിന്റെ പ്ലാനിന്റെ ആഴം മനസ്സിലാക്കി പതുക്കെ ആവേശം കൊണ്ടു. അതൊരു ആത്മഹത്യാപരമായ പ്ലാനാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ആ നരകത്തിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മരണമാണെന്നവർ ഉറപ്പിച്ചു. ജോൺ, ശരി ഫ്രാങ്ക്, നമ്മൾ എപ്പോൾ തുടങ്ങുന്നു? ഇപ്പോൾ മുതൽ. നാളെ ഡൈനിങ് ഹാളിൽ നിന്ന് കിട്ടുന്ന ഓരോ സ്പൂണും നമ്മുടെ ആയുധമായിരിക്കും. ഓരോ മഴക്കോട്ടിന്റെ കഷ്ണവും നമ്മുടെ സ്വാതന്ത്ര്യമായിരിക്കും. ഒരു കാര്യം ഓർക്കുക, പിടിക്കപ്പെട്ടാൽ നമ്മൾ തീർന്നു. തയ്യാറാണോ? അൽകാട്രാസിലെ തടവുകാർക്ക് ഗ്ലൗസുകളും റെയിൻകോട്ടുകളും തുന്നുന്ന ഒരു യൂണിറ്റുണ്ട്. മോറിസ് തന്റെ ബുദ്ധി അവിടെയാണ് ഉപയോഗിച്ചത്. ഗാർഡുകളുടെ കണ്ണ് തെറ്റുമ്പോൾ ആംഗ്ലിൻ സഹോദരന്മാർ ഓരോ റെയിൻകോട്ടുകൾ തന്ത്രപൂർവം തങ്ങളുടെ ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു. ആ രാത്രി അവർ ആ റെയിൻകോട്ടുമായി സെല്ലിലെത്തി. ഏകദേശം 50ഓളം മഴക്കോട്ടുകൾ അവർ ഇത്തരത്തിൽ മോഷ്ടിച്ചുകൂട്ടി. ഭക്ഷണശാലയിൽ നിന്ന് സ്പൂണുകൾ മോഷ്ടിക്കുന്നത് അൽകാട്രാസിൽ അസാധ്യമാണ്. കാരണം ഓരോ തടവുകാരും ഭക്ഷണം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറുകൾക്ക് സമാനമായ പരിശോധനകൾ നടക്കും. മോറിസും സംഘവും ഒരേ സമയം പലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഗാർഡുകളുടെ ശ്രദ്ധ തിരിച്ചു. ആ ബഹളത്തിനിടയിൽ അവർ സ്റ്റീൽ സ്പൂണുകൾ കൈക്കലാക്കി. ഈ സ്പൂണുകളുടെ അറ്റം അവർ തറയിൽ ഉരച്ചു മൂർച്ച കൂട്ടി. എന്നിട്ട് മറ്റൊരു സ്പൂണിന്റെ കൈപ്പിടിയിൽ ഘടിപ്പിച്ച് ഒരു ചെറിയ ഹാൻഡ് ഡ്രിൽ രൂപപ്പെടുത്തിയെടുത്തു. ഇതിനു പുറമെ ഒരു പഴയ വാക്വം ക്ലീനർ മോട്ടോർ മോഷ്ടിച്ചെടുത്ത് അവരൊരു ഇലക്ട്രിക് ഡ്രില്ലും നിർമ്മിച്ചു. മഴക്കോട്ടുകൾ ഒട്ടിക്കാൻ പശ എവിടെ നിന്ന് കിട്ടും? അവർ ജയിൽ ലൈബ്രറിയിൽ നിന്നും വർക്ക്ഷോപ്പിൽ നിന്നും കിട്ടിയ റബ്ബർ സിമന്റും
ജയിലിലെ ചൂടുവെള്ളം വരുന്ന പൈപ്പുകളിൽ നിന്നുള്ള നീരാവിയും ഉപയോഗിച്ചു. മഴക്കോട്ടുകളുടെ അരികുകൾ ഉരുക്കി ഒട്ടിച്ചാണ് അവർ 6 അടി വീതിയുള്ള ആ ചങ്ങാടം നിർമ്മിച്ചത്. കബളിപ്പിക്കലിന്റെ മാസ്റ്റർ പീസ് ഇതായിരുന്നു. ജയിൽ ബാർബർ ഷോപ്പിൽ തൂത്തുവാരാൻ നിന്ന ക്ലാരൻസ് തറയിൽ വീണ മുടി ആരും കാണാതെ പേപ്പർ കവറിലാക്കി മാറ്റി. നിർമ്മാണം: മുഖം. ടോയ്ലറ്റ് പേപ്പറും സോപ്പും വെള്ളവും ചേർത്ത് ഒരു കുഴമ്പുണ്ടാക്കി. പാപ്പിയെ മഷേ. ഇത് സ്വന്തം മുഖത്തിന്റെ ആകൃതിയിൽ അവർ വാർത്തെടുത്തു. നിറം: ജയിലിലെ പെയിന്റ് ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ച ചായം ഉപയോഗിച്ച് ചർമ്മത്തിന്റെ നിറം നൽകി. ഫിനിഷിംഗ്: മോഷ്ടിച്ച മുടി ഒട്ടിച്ചതോടെ ഇരുട്ടിൽ കണ്ടാൽ മോറിസിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു തല തയ്യാറായി. ഈ ശേഖരിച്ച സാധനങ്ങളെല്ലാം അവർ എവിടെ ഒളിപ്പിച്ചു? സെല്ലിലെ വെന്റിലേഷൻ ഗ്രില്ലിനു പിന്നിലെ 30 അടി ഉയരമുള്ള ഇടുങ്ങിയ യൂട്ടിലിറ്റി കോറിഡോറിൽ. രാത്രി ഗാർഡുകൾ പോയി കഴിഞ്ഞാൽ മോറിസ് തന്റെ സെല്ലിലെ തുരങ്കത്തിലൂടെ ഈ കോറിഡോറിലെത്തും. അവിടെയാണ് അവരുടെ രഹസ്യ ഫാക്ടറി പ്രവർത്തിച്ചിരുന്നത്. ഒരു വശത്ത് ചങ്ങാടമൊട്ടിക്കുന്നു, മറുവശത്ത് ഡമ്മികൾക്ക് പെയിന്റ് അടിക്കുന്നു. താഴെ ഗാർഡിന്റെ ബൂട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ശ്വാസമടക്കി ആ ഇടുങ്ങിയ പൈപ്പുകളിൽ അവർ ഒട്ടിപ്പിടിച്ചിരിക്കും. അവസാനം ആ നിശ്ചിത രാത്രിയെത്തി. സമയം രാത്രി 9:30. ജയിലിലെ വിളക്കുകൾ അണഞ്ഞു. പതിവുപോലെ ഗാർഡിന്റെ ടോർച്ച് വെളിച്ചം സെല്ലുകൾക്ക് മുകളിലൂടെ കടന്നുപോയി. പുതപ്പിനടിയിൽ ആ ഡമ്മി തലകൾ ശാന്തമായി ഉറങ്ങുന്നത് കണ്ട ഗാർഡ് നിശ്ചിത വേഗതയിൽ നടന്നു നീങ്ങി. ഗാർഡിന്റെ ബൂട്ടിന്റെ ശബ്ദമകന്നതും ഫ്രാങ്ക് മോറിസ് കണ്ണു തുറന്നു. മോറിസ് തന്റെ സെല്ലിലെ വെന്റിലേഷൻ ഗ്രില്ല് പതുക്കെ ഇളക്കി മാറ്റി. 1 വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ തുരന്ന ആ സുഷിരത്തിലൂടെ അയാൾ പാമ്പിനെ പോലെ ഇഴഞ്ഞ് പുറകിലെ ഇരുണ്ട ഇടനാഴിയിലേക്ക്, യൂട്ടിലിറ്റി കോറിഡോറിലേക്ക് കടന്നു. തൊട്ടടുത്ത സെല്ലുകളിൽ നിന്ന് ആംഗ്ലിൻ സഹോദരന്മാരും അതേപോലെ പുറത്തെത്തി. മോറിസ്: സാധനങ്ങളെല്ലാം എടുത്തോ? ജോൺ: ചങ്ങാടവും തുഴകളും തയ്യാറാണ്. അവർ ആ ഇടുങ്ങിയ പൈപ്പുകളിലൂടെ 30 അടി മുകളിലേക്ക് വലിഞ്ഞു കയറി. ഇരുമ്പ് പൈപ്പുകളിൽ കൈകൾ ഉരസി രക്തം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആവേശം ആ വേദനയെ മറികടന്നു. മേൽക്കൂരയിലെ ആപൽകരമായ യാത്ര. അവർ ജയിലിന്റെ മേൽക്കൂരയിലുള്ള കൂറ്റൻ വെന്റിലേറ്റർ ഫാനിനടുത്തെത്തി. നേരത്തെ തന്നെ അതിന്റെ സ്ക്രൂകൾ ഇളക്കി മാറ്റിയിരുന്നു. ഓരോരുത്തരായി മേൽക്കൂരയിലേക്ക് നൂഴ്ന്നിറങ്ങി. പുറത്ത് തണുത്തുറഞ്ഞ കാറ്റാഞ്ഞു വീശുന്നു. സെർച്ച് ലൈറ്റുകൾ കടൽപ്പരപ്പിനെ അരിച്ചുപെറുക്കുന്നുണ്ട്. വെളിച്ചം തങ്ങളിൽ പതിക്കാതിരിക്കാൻ അവർ മേൽക്കൂരയിൽ കമിഴ്ന്നു കിടന്നു. ക്ലാരൻസ്: നോക്ക്, താഴെ ഗാർഡ് ടവറിലെ സെന്റിനൽ. 50 അടി മാത്രം ദൂരെയുള്ള ടവറിൽ തോക്കേന്തി നിൽക്കുന്ന ഗാർഡ്. അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എല്ലാം തീർന്നു. സെർച്ച് ലൈറ്റ് അങ്ങോട്ട് നീങ്ങിയ ആ സെക്കൻഡിൽ അവർ മേൽക്കൂരയുടെ സൈഡിലുള്ള വലിയ കിച്ചൻ പൈപ്പിലൂടെ താഴേക്ക് ഊർന്നിറങ്ങി. കടലിന്റെ തീരത്ത് അവർ ജയിലിന്റെ അതിർത്തി മതിലുകൾ ഭേദിച്ചു. ഇനി മുന്നിലുള്ളത് 15 അടി ഉയരമുള്ള മുള്ളുവേലി. കമ്പികളിൽ ഉരസി വസ്ത്രങ്ങൾ കീറുന്നത് വകവയ്ക്കാതെ അവർ വേലി ചാടിക്കടന്നു. ഇപ്പോൾ അവർ ദ്വീപിന്റെ വടക്കേ അറ്റത്താണ്. മുന്നിൽ അലറി വിളിക്കുന്ന സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടൽ. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നു. അവർ വേഗത്തിൽ തങ്ങളുടെ റെയിൻകോട്ട് ചങ്ങാടം പുറത്തെടുത്തു. നേരത്തെ തയ്യാറാക്കി വെച്ച ചെറിയ സംഗീത ഉപകരണം കൺസേർട്ടിന പമ്പായി ഉപയോഗിച്ചു. അവർ ചങ്ങാടത്തിൽ വായു നിറച്ചു. കടലിലെ ഓളങ്ങൾ പാറകളിൽ അടിച്ചു തകരുന്നു. ചങ്ങാടം വെള്ളത്തിലിറക്കി. 3 പേരും അതിൽ കയറി. മോറിസ്: ഇനി തിരിഞ്ഞു നോക്കരുത്, ആഞ്ഞു തുഴയുക. കൂരിരുട്ടിൽ ആ ചെറിയ റബ്ബർ ചങ്ങാടം കടലിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങി. പിന്നിൽ അൽക്കാട്രാസ് എന്ന വമ്പൻ കോട്ട ഒരു പ്രേതാലയം പോലെ ഇരുളിൽ നിന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ 3 മനുഷ്യരും സാൻ ഫ്രാൻസിസ്കോയുടെ മൂടൽ മണ്ണിലേക്ക് അപ്രത്യക്ഷമായി. രാവിലെ 7 മണി. സെൽ പരിശോധനയ്ക്കെത്തിയ ഗാർഡ് മോറിസിനെ വിളിച്ചു. മറുപടിയില്ല. അയാൾ ദേഷ്യത്തോടെ ലാത്തികൊണ്ട് മോറിസിന്റെ തലയിൽ തട്ടി. ടക്ക് എന്ന ശബ്ദത്തോടെ ആ തല തറയിലേക്ക് തെറിച്ചു വീണു. ഗാർഡ് ഭയന്ന് പിന്നോട്ടു മാറി. അത് മോറിസിന്റെ തലയായിരുന്നില്ല, മറിച്ച് പരിഹസിച്ചു ചിരിക്കുന്ന ഒരു ഡമ്മി മാത്രമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അൽക്കാട്രാസിൽ അപായ സൈറണുകൾ മുഴങ്ങി. അൽക്കാട്രാസിന്റെ ചരിത്രത്തിൽ ആരും വിജയിക്കാത്ത ആ വെല്ലുവിളി ഫ്രാങ്ക് മോറിസും സംഘവും പൂർത്തിയാക്കിയിരുന്നു. അവർ പിന്നീട് എവിടെ പോയി കാണും? ബ്രസീലിലേക്കോ അതോ കടലിന്റെ ആഴങ്ങളിലേക്കോ? അവർ രക്ഷപ്പെട്ടതിന്റെ പിറ്റേന്ന് കടലിൽ തിരച്ചിൽ നടത്തിയ ഉദ്യോഗസ്ഥർക്ക് ചില വസ്തുക്കൾ ലഭിച്ചു. കടലിൽ ഒഴുകി നടന്ന തകർന്ന നിലയിലുള്ള റബ്ബർ ചങ്ങാടം, ആംഗ്ലിൻ സഹോദരന്മാരുടെ കുടുംബ ഫോട്ടോകൾ അടങ്ങിയ ഒരു വാട്ടർ പ്രൂഫ് ബാഗ്, കടലിൽ പൊങ്ങിക്കിടന്ന ഒരു ലൈഫ് ജാക്കറ്റ്. ഇത് കണ്ട FBI ഉറപ്പിച്ചു അവർ കടലിൽ മുങ്ങിമരിച്ചു. എന്നാൽ മൃതദേഹങ്ങൾ മാത്രം ഒരിക്കലും കണ്ടുകിട്ടിയില്ല.
സംഭവം നടന്ന് 50 വർഷങ്ങൾക്കിപ്പുറം 2013 സാൻ ഫ്രാൻസിസ്കോ പോലീസിന് ഒരു കത്ത് ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ പേര് ജോൺ ആംഗ്ലിൻ. ഞാൻ 1962 ജൂണിൽ ആൽക്കട്രാസിൽ നിന്ന് എന്റെ സഹോദരൻ ക്ലാരൻസിനും ഫ്രാങ്ക് മോറിസിനുമൊപ്പം രക്ഷപ്പെട്ടതാണ്. എനിക്കിപ്പോൾ 83 വയസ്സായി. എനിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങളന്ന് രക്ഷപ്പെട്ടു, പക്ഷേ കഷ്ടപ്പെട്ടാണ് അത് സാധിച്ചത്. ഈ കത്തിൽ പറയുന്നത് പ്രകാരം ഫ്രാങ്ക് മോറിസ് 2008-ലും ക്ലാരൻസ് 2011-ലും മരിച്ചു. തനിക്ക് ചികിത്സ നൽകുകയാണെങ്കിൽ ജയിലിൽ വരാൻ തയ്യാറാണെന്നും കത്തിലുണ്ടായിരുന്നു. FBI ഈ കത്തിലെ വിരലടയാളങ്ങൾ പരിശോധിച്ചെങ്കിലും വ്യക്തമായ ഫലം ലഭിച്ചില്ല. 1975-ൽ ആംഗ്ലിൻ സഹോദരന്മാരുടെ ഒരു കുടുംബ സുഹൃത്ത് ബ്രസീലിലെ ഒരു ഫാമിൽ വെച്ച് 2 പേരുടെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിലുള്ളവർക്ക് ജോണിനോടും ക്ലാരൻസിനോടും അവിശ്വസനീയമായ സാമ്യമുണ്ടായിരുന്നു. ആധുനിക ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി ഉപയോഗിച്ച് 2015-ൽ ഈ ഫോട്ടോ പരിശോധിച്ച വിദഗ്ധർ പറഞ്ഞത് അത് ആംഗ്ലിൻ സഹോദരന്മാർ തന്നെയാകാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ്. അൽക്കട്രാസിൽ നിന്നും ചങ്ങാടത്തിൽ അക്കരെയെത്താൻ സാധിക്കുമോ എന്ന് പ്രശസ്തമായ മിത്ത് ബസ്റ്റേഴ്സ് ടീം പരീക്ഷിച്ചു നോക്കി. അന്നത്തെ കാലാവസ്ഥയും ഒഴുക്കും കണക്കിലെടുത്ത് അവർ നടത്തിയ പരീക്ഷണത്തിൽ ആംഗ്ലിൻ സഹോദരന്മാർക്കും മോറിസിനും സുരക്ഷിതമായി കരക്കെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടു. ഒഫീഷ്യലായി അവർ മരിച്ചു എന്ന് കരുതപ്പെടുമ്പോഴും ഇന്നും US മാർഷലുകൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് 100 വയസ്സ് തികയുന്നതുവരെ ഈ അന്വേഷണം തുടരാനാണ് തീരുമാനം. അൽക്കട്രാസ് ഇന്നത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ പോകുന്നവർക്ക് ഇന്നും മോറിസ് തുറന്ന ആ സെല്ലും ആ വെന്റിലേഷൻ ഗ്രില്ലുകളും കാണാം. ആ വലിയ കോട്ടഭിത്തികൾക്ക് ഇന്നും ലോകത്തോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: അസാധ്യമായതൊന്നുമില്ല.